സൂര്യവംശത്തിലെ പ്രതാപിയായ രാജാവായിരുന്നു ഭഗീരഥൻ. കപില മഹർഷിയുടെ കോപാഗ്നിയിൽ ഭസ്മമായിപ്പോയ തൻ്റെ പൂർവികരുടെ ആത്മാക്കൾക്ക് മോക്ഷം നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം. സ്വർഗത്തിലൂടെ ഒഴുകുന്ന പുണ്യനദിയായ ഗംഗയുടെ ജലം പതിച്ചാൽ മാത്രമേ അവർക്ക് മോക്ഷം ലഭിക്കൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇതിനായി ഭഗീരഥൻ കൊടുങ്കാട്ടിൽ പോയി ബ്രഹ്മാവിനെ തപസ് തുടങ്ങി. വർഷങ്ങൾ നീണ്ട തപസ്സിനൊടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും ഭഗീരഥന്റെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് ഏൽക്കുകയും ചെയ്തു. എന്നാൽ സ്വർഗത്തിൽ നിന്നും അതിശക്തമായ വേഗത്തിൽ കുതിച്ചു പാഞ്ഞു വരുന്ന ഗംഗയുടെ ഒഴുക്ക് താങ്ങാൻ ഭൂമിക്ക് കഴിയില്ലെന്നും അത് ഭൂമിയെ തന്നെ തകർത്ത് കളയുമെന്നും ബ്രഹ്മാവ് മുന്നറിയിപ്പ് നൽകി. ഈ വലിയ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഭഗീരഥൻ വീണ്ടും തപസ് ചെയ്ത് പരമശിവന്റെ സഹായം തേടി. ഭക്തന്റെ പ്രാർത്ഥനയിൽ സംപ്രീതനായ മഹാദേവൻ ഭൂമിയെ രക്ഷിക്കാമെന്ന് സമ്മതിച്ചു. സ്വർഗത്തിൽ നിന്നും അഹങ്കാരത്തോടെ ഭൂമിയെ തന്നെ ഇല്ലാതാക്കി കളയും എന്ന ഭാവത്തിൽ ഗംഗാദേവി അതിശക്തമായി താഴേക്ക് പതിച്ചു. എന്നാൽ ഭഗവാൻ ശിവൻ തൻ്റെ ജടാമകുടം വിടർത്തി ആകാശത്തേക്ക് നോക്കി നിന്നു. ഭൂമിയിൽ തൊടുന്നതിന് തൊട്ടുമുമ്പ് ഗംഗാദേവി നേരെ ചെന്ന് വീണത് ശിവന്റെ തിരുജടയിലായിരുന്നു. ഗംഗയുടെ അഹങ്കാരം ശമിപ്പിക്കാൻ ഭഗവാൻ അവളെ തൻ്റെ തലമുടിയിൽ പൂർണ്ണമായും തളച്ചിട്ടു. ജടയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയ ഗംഗയ്ക്ക് പുറത്തേക്ക് വരാൻ വഴിയില്ലാതെയായി. തൻ്റെ പൂർവികരുടെ മോക്ഷം ഇനിയും വൈകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗീരഥൻ വീണ്ടും ശിവനെ വണങ്ങി. ഭക്തന്റെ സങ്കടം കണ്ട മഹാദേവന് ദയ തോന്നി. ഭഗവാൻ തൻ്റെ ജടയിൽ നിന്നും ഒരു ചെറിയ കൈവഴി തുറന്ന് ഗംഗയെ ഭൂമിയിലേക്ക് ഒഴുക്കിവിട്ടു. ശാന്തയായി ഒഴുകിയിറങ്ങിയ ഗംഗാദേവി ഭഗീരഥനെ പിന്തുടർന്ന് ഭസ്മത്തിന് മുകളിലൂടെ ഒഴുകുകയും അവർക്ക് മോക്ഷം നൽകുകയും ചെയ്തു. അങ്ങനെ ഗംഗയെ തലയിൽ ധരിച്ചതുകൊണ്ട് മഹാദേവന് ഗംഗാധരൻ എന്ന നാമവും ലഭിച്ചു. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.